നമസ്കാരം. റായ്സയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര സംഘടനകളുടെ ഉന്നത നേതൃത്വം പാകിസ്ഥാനിലെ റാവലക്കോട്ടിൽ യോഗം ചേർന്നിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് 50 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു. പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും നേതൃത്വത്തിൽ നടത്തിയ വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ഇത് ആക്രമണത്തിന് ആസൂത്രണം ചെയ്യാൻ സാധ്യതയുള്ളവരെ തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും സഹായകമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. സുപ്രധാനമായ സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അർനാസ്, മഹോർ എന്നിവിടങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കി എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. 1995-നും 2005-നും ഇടയിൽ തീവ്രവാദികളുടെ കേന്ദ്രങ്ങളായിരുന്നു ഈ പ്രദേശങ്ങൾ എന്നുകൂടി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. നിലവിൽ എന്തായാലും അക്രമികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് സൈന്യം പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അവലോകന യോഗവും കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായും അദ്ദേഹം സംസാരിച്ചിരുന്നു. ഭീകരർ ഇനിയും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് സൈന്യം ഒരുക്കിയിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിലവിൽ അവിടെ കൂടുതൽ കമാൻഡോകളെ വിന്യസിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഭീകരാക്രമണത്തിന് ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന ചില സൂചനകൾ കൂടി കേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.